അതിരുകൾ മായുന്ന മനുഷ്യലയനം. ദുബായി അച്ചുതണ്ടാക്കി ലോകം ചുറ്റാൻ തുടങ്ങിയിട്ട് 3 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1989 തുടങ്ങിയ യാത്രയാണ്. 150-ലേറെ രാജ്യങ്ങൾ ചുറ്റിവന്നു. ദുബായിൽ നിന്ന് പുറപ്പെട്ട് ദുബായിലേക്ക് തന്നെ മടങ്ങുന്ന ബിസിനസ് യാത്രകൾ. സ്വന്തം നാടായ കേരളത്തിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോ ദുബായിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായി ജീവിച്ചിരിക്കുന്നു. ആയുഷ്കാലം മുഴുവനും ജനിച്ച നാട്ടിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ജീവിക്കുന്ന രീതിയൊക്കെ ജനങ്ങളിൽ നിന്ന് എന്നേ പോയി കഴിഞ്ഞിരിക്കുന്നു. വീടെവിടെയും ആകാവുന്ന, ഏതാകാശത്തും സ്വന്തം നക്ഷത്രങ്ങളെ കാണാവുന്ന, ഏതു മണ്ണും തന്റെ പാദങ്ങളെ സ്വീകരിച്ചു നിൽക്കുന്ന ഒരു മനോഭാവം ഇവർ എടുത്തണിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായിരുന്നാലും അതിനാൽ അന്യതാബോധം തോന്നുന്നില്ല. കുടിയേറ്റവും ടൂറിസവും മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനയാണിത്. നിരന്തരം യാത്ര ചെയ്തും പല രാജ്യങ്ങളിൽ ഒരുപാട് നാൾ താമസിച്ചും ഞാൻ ഏതു രാജ്യക്കാരനാണ് എന്നൊരു കൗതുകകരമായ ചോദ്യത്തിന് സാങ്കത്യമുണ്ടായിരിക്കുന്നു. ഏതു രാജ്യത്ത് പോയി തിരിച്ചു വന്നാലും ആ രാജ്യത്തുള്ളവർ ദുബായിൽ ജീവിക്കുന്നതിനാൽ അവരുമായുള്ള ബന്ധം ഇവിടെയും നീട്ടിയെടുക്കപ്പെടുകയാണ്. വെറും കാഴ്ച കൊണ്ടാണെന്നാലും. ദുബായ് 200ഓളം രാജ്യക്കാർ വസിക്കുന്ന ഇടമാണല്ലോ. കടൽ കടന്നുപോയി കണ്ടവരെയെല്ലാം ഇവിടെ ടൂറിസ്റ്റുകളായും കുടിയേറ്റ താമസക്കാരായും ഉപജീവനാർത്ഥം ജോലിക്കെത്തിയവരായും നിത്യവും കാണുന്നു. ദുബായിൽ സ്ഥിരതാമസമാക്കി വ്യാപാരാർത്ഥം ലോകസഞ്ചാരം നടത്തുന്ന ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരു അനുഭവമാണിത്. അതെ, ദുബായ് ഒരു ലോകൈക അനുഭവമാകുന്നു. നടത്തിയ യാത്രകളുടെ ക്രമവും ഓർമ്മകളും എനിക്ക് സുവ്യക്തതയോടെ പകർന്നു തരുന്നത് ഒന്നൊഴിയാതെ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ബോർഡിംഗ് പാസുകളാണ്. ഓരോ വിമാനയാത്ര കഴിഞ്ഞു വരുമ്പോഴും വീട്ടിൽ പ്രത്യേകം സൂക്ഷിച്ചിട്ടുള്ള പെട്ടിയിൽ അത് നിക്ഷേപിക്കും. ഈ അനുഭവക്കുറിപ്പുകളെ കാലത്തിന്റെ ക്രമബദ്ധതയോടെ കൊണ്ടുപോകാനും അതിന്റെ ഓർമ്മകളെ തിരിച്ചുപിടിക്കാനും ഈ യാത്രാരേഖകളും ചെറിയ നോട്ട്ബുക്കുകളിൽ കുറിച്ചിട്ട നോട്ടുകളുമാണ് എന്നെ സഹായിച്ചത്. എഴുത്തിനായി അത് പരിശോധിക്കുന്നതിനിടെ ഒരു തുണ്ട് കടലാസ് കണ്ണിൽപ്പെട്ടു. മ്യാൻമാറിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പറന്നതിന്റെ കയ്യെഴുത്തുപ്രതി. ഒരു രാജ്യാന്തര വിമാന കമ്പനി ബോർഡിംഗ് പാസിനു പകരം ഒരു കടലാസ് കഷ്ണത്തിൽ കൈകൊണ്ടെഴുതി നൽകിയെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായി തോന്നാം. പക്ഷെ സത്യമാണ്. അനേകം ബോർഡിംഗ് പാസിനൊപ്പം കണ്ണിൽപ്പെട്ട ആ കടലാസു തുണ്ട് ഇന്നൊരു ചരിത്രരേഖയാണ്. തായ്ലാന്റ് യാത്രയെപ്പറ്റിയുള്ള സംഭവബഹുലമായ ഓർമ്മകൾ അതെനിക്ക് തരുന്നു. വിമാനയാത്രാ ചരിത്രത്തിലെ അമൂല്യ രേഖയായി മാറിയ ആ കടലാസു തുണ്ട് കയ്യിൽ വന്നിട്ട് ഇതെഴുതുമ്പോഴേക്കും കൃത്യം 20 വർഷമാകുന്നു. 2000 ആണ്ട് മാർച്ച് 12-നായിരുന്നു ആ യാത്ര. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ രംഗത്തേക്ക് ഞാൻ പിച്ചവച്ചത് UAE-യിലെ 7 എമിറേറ്റ്സിലെയും മണ്ണ് 7 അറകളുള്ള ചെറിയ കണ്ണാടിപ്പെട്ടിയിൽ അടക്കം ചെയ്തുണ്ടാക്കിയ 7 സാൻസുമായിട്ടാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ദുബായ് മ്യൂസിയം വഴി വിറ്റഴിക്കാനുള്ള അതിരുകടന്ന മോഹത്തിന് സാഫല്യം നൽകാൻ അകമഴിഞ്ഞ് സഹായിച്ച മ്യൂസിയം അസിസ്റ്റന്റ് ഡയറക്ടർ മറിയമാണ് തായ്ലാന്റിലേക്ക് പോകാൻ എനിക്ക് നിർദ്ദേശം തരുന്നത്. ദുബായ് മ്യൂസിയം ഡയറക്ടർ എന്ന നിലയിൽ പൗരാണികതയുടെയും സാംസ്കാരിക പൈതൃകങ്ങളുടെയും മുദ്ര പേറുന്ന മൂല്യവത്തായ പല ആർട്ടിക്കിളുകളെക്കുറിച്ചും മറിയത്തിന് നല്ല അറിവുണ്ട്. തായ്ലാന്റിൽ നിന്നും ലഭ്യമാകാനിടയുള്ള അത്തരം സാധനങ്ങളെക്കുറിച്ചും ദുബായ് മാർക്കറ്റ് വഴി മറ്റു രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ കഴിയുന്ന ഫർണിച്ചറുകളെക്കുറിച്ചും മറ്റും. അതിനാൽ അവർക്ക് വിലപിടിപ്പുള്ള ഉപദേശങ്ങൾ തരാനായി. മറിയം പറഞ്ഞു, തായ്ലാന്റിലേക്ക് പോകും വഴി മ്യാൻമാറിൽ ഇറങ്ങണം. അവിടെ 1-ാം തരം തേക്കിൻ തടിയിൽ തീർത്ത മനോഹരമായ ഫർണിച്ചറുകൾ കാണാൻ കഴിയും. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവർ അവിടെ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളിൽ അധികവും ബർമയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ബംഗാൾ ഉൾക്കടൽ വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനമായ കൽക്കത്തയിൽ ആദ്യം എത്തിക്കും. അവിടുന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആകെ എത്തിക്കും. അതായിരുന്നു രീതി. ഇനി ആ ബിസിനസ് ഇന്ത്യക്കാരനായ ഫാക്കിക്ക് നേരിട്ട് ഏറ്റെടുക്കാം. അവസാന വാക്യത്തിൽ കലർന്ന തമാശയിൽ മറിയത്തിനൊപ്പം ഞാനും ചിരിച്ചുപോയി. മറിയം ആ വാക്യത്തിന് മുമ്പ് പറഞ്ഞതൊക്കെയും ഇന്ത്യ ചരിത്രം പഠിച്ച ഒരാളുടെ അറിവോടെയായിരുന്നു. യൂറോപ്യന്മാർ പ്രൗഢിയിൽ ഉപയോഗിച്ച മേശയും കസേരയും അലമാരയും കട്ടിലും ഉണ്ടാക്കിയ ബർമൻ കലാകാരന്മാരുടെ ഇങ്ങേ കണ്ണിയിലുള്ളവരെ ബാക്കി നേരിൽ പോയി കാണണം. അവരുടെ കഴിവുകളെ അന്തർദേശീയ വിപണിയുടെ ആവശ്യങ്ങളുമായി കൂട്ടിക്കെട്ടണം. മറിയം എന്നെ ആവേശം കൊള്ളിച്ചു. ബർമയിൽ നിന്ന് തായ്ലൻഡിലെത്തിയാൽ കാണാനാവുക ഇതിലും ആവേശം കൊള്ളിക്കുന്ന പലതുമായിരിക്കുമെന്നും മറിയം വീണ്ടും പറഞ്ഞു. അങ്ങനെ ഞാൻ ബർമ വഴി തായ്ലാന്റിലേക്ക് യാത്ര ആരംഭിക്കുന്നു. ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ വിസ കിട്ടുന്നതിനാൽ
നടപടിക്രമങ്ങൾ എളുപ്പമായിരുന്നു. ബർമയിലും മലേഷ്യയിലുമായി കുറച്ചു ദിവസം തങ്ങി തായ്ലാന്റിൽ എത്തും വിധമായിരുന്നു യാത്രാപദ്ധതി തയ്യാറാക്കിയിരുന്നത്. ഞാൻ ചെന്നിറങ്ങുന്ന കാലത്ത് ബർമയുടെ തലസ്ഥാനം മ്യാൻമാർ ആയിരുന്നു. അതിനു മുമ്പ് റങ്കൂൺ, ഇപ്പോൾ മണ്ടേലയും. മിലിറ്ററിയുടെ സ്വാധീനത്താലാണ് ഈ തലസ്ഥാന മാറ്റങ്ങൾ ഉണ്ടായത്. ഗുരുതരമെന്ന് വിളിക്കാവുന്ന അസ്ഥിരമായ ഈ രീതികളും ആടിയുലഞ്ഞ ഭരണകൂടവും ആ ജനതയ്ക്ക് കാലങ്ങളായി നൽകിപ്പോന്ന ദുരിതങ്ങൾ ചില്ലറയല്ലെന്ന് നമുക്കറിയാം. വംശീയവും ആഭ്യന്തരവുമായ ഒട്ടേറെ ദുർഘടസന്ധികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുള്ള ബർമയിലെ ജനങ്ങൾ പൊതുവെ ശരാശരിക്കും താഴെയുള്ള ജീവിതാവസ്ഥയിൽ കുടുങ്ങിക്കിടപ്പാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആൺപെൺ ഭേദമന്യേ അവർ കഠിനാധ്വാനികളും സ്വന്തം മേഖലയിൽ നിപുണരുമാണ്. ആദ്യം സന്ദർശിച്ച ഫർണിച്ചർ വർക്ക്ഷോപ്പുകളിൽ നിന്ന് തന്നെ ഞാനത് മനസ്സിലാക്കി. അവിടെ കണ്ടതൊക്കെയും സാധാരണ ഫർണിച്ചർ ആയിരുന്നില്ല. ഓരോന്നും തടിയിൽ തീർത്ത ഓരോ കലാശില്പങ്ങൾ. ഇതിൽ കുറച്ചു കാര്യങ്ങൾ കൂടി ചേർത്താൽ അന്തർദേശീയ വിപണിയിൽ കൂടുതൽ സ്വീകാര്യമാകുമെന്ന് അറിയിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിന്റെ ചുമതലക്കാരുമായി ഞാൻ സൗഹൃദം കൂടി. അവർക്കത്ര സുപരിചിതമല്ലാത്ത ഒരു മേഖലയായിരുന്നു അത്. 2-3 ദിവസം അവിടെ താമസിച്ചുകൊണ്ട് അവരെ അതിനെ സജ്ജമാക്കിയെടുത്തു. ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നം മറ്റു രാജ്യങ്ങളിൽ അവരുടേത് എന്ന രീതിയിൽ സ്വീകരിക്കപ്പെട്ടാലാണ് വിപണിയിൽ അത് വിജയം വരിക്കുക. അതിനെന്താണ് വേണ്ടതെന്ന് അനുഭവങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ നടത്തിയ അനൗപചാരിക ക്ലാസുകൾ ഭാവനാശാലികളായ പണിക്കാർ അതിവേഗം ഉൾക്കൊണ്ടു. അവിടുന്ന് പോരുമ്പോൾ വലിയൊരു ബിസിനസ് ഡീൽ അവരുമായി നടത്തിക്കഴിഞ്ഞിരുന്നു. മ്യാൻമാറിൽ നിന്ന് ചെന്മായിയിലേക്കാണ്. ബാങ്കോക്ക് കഴിഞ്ഞാൽ തായ്ലൻഡിലെ വലിയ നഗരമാണത് എനിക്ക് പോകേണ്ടത്. തായ് എയർവേസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർവീസ് എന്നേ എനിക്കുള്ള വിമാനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീടുണ്ടായ പരിചരണം അതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ തന്നു. ബോർഡിംഗ് പാസിന് പകരം കൈകൊണ്ടെഴുതി ഒരു കടലാസ് കഷ്ണം തരുന്നു. ലഗേജ് 2 പേർ ചുമന്ന് യാത്രക്കാരനൊപ്പം വിമാനത്തിന്റെ സീറ്റിനടുത്ത് കൊണ്ടുവയ്ക്കുന്നു. വിമാനമാവട്ടെ 22 സീറ്റുകൾ മാത്രമുള്ള ഒരു മിനി ബസിന്റെ വലിപ്പത്തിലും. അതിലും രസകരമായി തോന്നിയത് ടോയ്ലറ്റിന്റെ വാതിലിൽ യൂറിൻ പാസ് ഓൺലി എന്ന് കണ്ട മുന്നറിയിപ്പാണ്. ഇതോ ഒരു രാജ്യാന്തര യാത്രയ്ക്കുള്ള സൗകര്യങ്ങളെന്ന് സ്ഥിരമായി വ്യോമസഞ്ചാരം നടത്തുന്നവരൊക്കെയും അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ ജീവനക്കാരുടെ ഊഷ്മളമായ പെരുമാറ്റത്തിൽ ആരും ആ അസൗകര്യങ്ങളൊക്കെയും മറക്കും. ആകെ 4 പേരാണ്. 2 എയർ ഹോസ്റ്റസ്, 2 പൈലറ്റ്സ്. മലേഷ്യയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡായി വാങ്ങിയ ഒരു ചെറു വിമാനമാണിതെന്ന് പറയാൻ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന സുന്ദരികളായ എയർ ഹോസ്റ്റസിന് ഒരു മടിയുമില്ലായിരുന്നു. 12,000 അടി ഉയരത്തിനുമേൽ പറക്കാനുള്ള ശേഷിയില്ലെന്ന് പറയാൻ പൈലറ്റിനും. പൈലറ്റുമാരോട് സംസാരിച്ച് യാത്ര ചെയ്യാൻ കിട്ടിയ ഒരു അപൂർവാവസരം കൂടി ആ യാത്ര സമ്മാനിച്ചു. ഞാൻ ബാഗിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റ്സും ജ്യൂസും 4 ജീവനക്കാരും പങ്കുവച്ച് കഴിച്ചു. സ്നേഹപൂർവമായ നിർബന്ധത്താൽ. 2 രാജ്യങ്ങൾക്കിടയിലെ ഒരു രാജ്യാന്തര പറക്കലാണെന്നതിൻ്റെ ഔപചാരികതയോ ആർഭാടമോ ഒട്ടും തീണ്ടാതെ ഒരു സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു അനുഭവമായി 1 മണിക്കൂർ 20 മിനിറ്റ് നേരത്തെ ആ യാത്ര. ഈ ലളിതയാത്രയുടെ തുടർച്ച പോലെ ചെന്മായി വിമാനത്താവളത്തിൽ നിന്ന് നഗരത്തിരക്ക് അത്രയില്ലാത്ത ഒരു ഡൗൺ ടൗൺ പ്രദേശത്തെ ഹോട്ടലിലേക്ക് പോയത് കാർ ഒഴിവാക്കി ഓട്ടോറിക്ഷയിലാണ്. ടുക് ടുക് എന്നാണ് തായ് ഭാഷയിൽ ഈ 4 ചെറുചക്രവാഹനത്തിന്റെ പേര്. അതൊരു തുറന്ന വാഹനമായതിനാൽ ഇടം വലം തടസ്സമില്ലാതെ കാണാം. രാജപാതയ്ക്കിരുവശത്തും ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ, പബ്ബുകൾ, ഷോപ്പിംഗ് മാളുകൾ. അവയ്ക്കിടയിൽ എന്റെ അന്വേഷണം ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ കടകളുണ്ടോ എന്നായിരുന്നു. പക്ഷേ ഇതൊരു ഭക്ഷണത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സ്ട്രീറ്റാണെന്ന് മറുപടിയായി ഡ്രൈവർ പറഞ്ഞു. സത്യത്തിൽ അയാൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലായത് തന്നെയില്ല. ടൂറിസത്തിന് പ്രസിദ്ധമായ ഏതൊരു തായ് നഗരത്തിലെയും ഡ്രൈവർ സായാഹ്ന നേരത്ത് കേൾക്കുന്ന ഒരു ചോദ്യമല്ലല്ലോ ഞാൻ ചോദിച്ചതെന്ന് ഉള്ളിലൂറുന്ന ചിരിയോടെ ഓർത്തുപോയി. അത് നിശാ ക്ലബ്ബുകൾ എവിടെ, മധുശാലകൾ എവിടെ, മസാജ് പാർലറുകൾ എവിടെ എന്നതാവണം. ഇനിയും ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് മിണ്ടിപ്പോയാൽ ഒരുപക്ഷെ ഡ്രൈവർ വഴിതെറ്റി വന്ന ഒരാളെ പോലെ എന്നെ നോക്കിയേക്കാം. ഇങ്ങനെ പലരോടും ചോദിച്ചും പറഞ്ഞുമാണല്ലോ എവിടെയും ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളത്. എല്ലായിടത്തും എന്ന പോലെ ചെന്മായിയിലും ശരിയായ ഉത്തരവുമായി ആരോ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അതിശയമെന്ന് പറയട്ടെ, ഞാൻ താമസത്തിന് ചെന്നെത്തിയ ഹോട്ടലിന്റെ മാനേജറായി അയാൾ മുമ്പിൽ അവതരിച്ചു. ചാങ്ചി എന്നാണ് ഉയരം കുറഞ്ഞ സുന്ദരനായ അയാളുടെ പേര്.
എന്നാൽ ആതിഥേയത്വം ഒരു കലയാക്കുന്ന വിരുതിൽ അയാൾ ഏറെ ഉയരത്തിലായിരുന്നു. പുറത്തുനിന്ന് വരുന്നവർ ചാങ്ചി എന്ന് വിളിച്ച് കഷ്ടപ്പെടാതിരിക്കാൻ ലിയു എന്നൊരു പേര് തനിക്കുണ്ടെന്ന് പറഞ്ഞാണ് മാനേജർ തന്നെ സ്വയം പരിചയപ്പെടുത്തിയതു തന്നെ. $10 തുല്യം വരുന്ന 450 തായ്ബാത്ത് മാത്രമാണ് മുറിവാടക. 4 ദിവസത്തേക്കെടുത്താൽ 5-ാം ദിവസത്തെ താമസം സൗജന്യം. ലോകത്ത് അതുവരെയും എവിടെയും കേട്ടിട്ടില്ലാത്ത വാഗ്ദാനം. വെൽക്കം ഡ്രിങ്കായി ഒരു വലിയ ഗ്ലാസ് നിറയെ ഓറഞ്ച് ജ്യൂസ്. ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആവശ്യപ്പെട്ടപ്പോൾ 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേർന്നത് പൈനാപ്പിളിനുള്ളിൽ ഹോട്ട് മിക്സ് ഫ്രൈഡ് റൈസ്, വീണ്ടും ജ്യൂസ്. വില 60 ബാത്ത്. ഇവിടെ പിന്നെ ടൂറിസം വികസിക്കാതിരിക്കുന്നത് എങ്ങനെ? എന്തിനും വിലക്കുറവ്, കൂടെ കുറെ സൗജന്യങ്ങളും. മനുഷ്യപ്രയത്നത്തിനും കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫലവർഗ്ഗങ്ങൾക്കും വില താഴ്ത്തി ലോകമെമ്പാടും നിന്നുള്ള ടൂറിസ്റ്റുകളെ രാജകീയമായി ആനയിച്ചനുനയിപ്പിച്ച് സമ്പദ്വ്യവസ്ഥ ഉയർത്തിക്കൊണ്ടുവരുന്ന ത്യാഗഭരിതമായ ഒരു പദ്ധതിയിലായിരുന്നു അന്ന് ആ രാജ്യം. അതിന്റെ ചുവടുപിടിച്ചായിരുന്നു അവിടെയെല്ലാം. അന്വേഷിച്ചുപോയ ആൻഡിക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള കലാരംഗം പോലും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ബിസിനസ് ലോകത്തേക്ക് അറിയാതെ വന്നുപെട്ടതുപോലെ തന്നെയാണ് ഇതിന്റെ സഞ്ചാര വഴിയെ ഓരോ രാജ്യത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ശ്രദ്ധയുമൊക്കെ എന്നെ തേടിയെത്തുന്നത്. ആ വിഷയങ്ങളോട് കുറച്ച് താല്പര്യം പണ്ടേ ഉണ്ട് താനും. യൂറോപ്യൻ അധിനിവേശവും സ്വാതന്ത്ര്യ സമരവും മുതലുള്ള ചരിത്രവും പണ്ടേ പല കടലുകൾ കടന്നെത്തിയ വ്യാപാരികൾ കുഴിച്ചിട്ട സംസ്കാരവും ഇതിനെ ചുറ്റി വളർന്ന ഒരു ജനതയും ഇടകലർന്ന ഒരു ദേശത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് ആ താല്പര്യം എനിക്ക് ജന്മസിദ്ധമായി കൈവന്നതാണെന്നും കൂടി പറയാം. ഏതു രാജ്യത്തിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രവും എന്റെ ബോധമണ്ഡലത്തെ അതിവേഗം ആവേശിക്കാൻ ഇങ്ങനെ ഒരു കാരണമുണ്ടായതുകൊണ്ടുകൂടിയാവാം ഇത്തരമൊരു സാഹസിക വൃത്തി നിറഞ്ഞ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകാതിരുന്നത്. പോയ രാജ്യത്തൊക്കെയും സമാന മനസ്കരെ കണ്ടുമുട്ടുന്നതും അവരുമായി ഇടപഴകിക്കൊണ്ട് ഞാൻ ശരിയായ പാതയിൽ ചരിക്കുന്നതുമൊക്കെയും യാദർച്ഛികമല്ല. അത് ചരിത്രപരമായ അനിവാര്യതയാണെന്നും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചെന്മായിയിൽ ഈ ഹോട്ടലിൽ തന്നെ മുറിയെടുക്കാൻ തോന്നുകയും അവിടെ ലിയു എന്നൊരു മാനേജർ ഉണ്ടാവേണ്ടതുമില്ലല്ലോ. ഒരു ഹോട്ടൽ മാനേജർ ജോലിക്ക് ആവശ്യമില്ലാത്ത, എന്നാൽ എനിക്കറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ തായ്ലാന്റിനെ സംബന്ധിച്ച് ലിയുവിന് അറിയാമായിരുന്നു. കൃത്രിമ മഴ പെയ്യിച്ച് തരിശുഭൂമി മുഴുവനും കൃഷിക്ക് ഉപയുക്തമാക്കിയത്, ലോകത്തെവിടെയും പ്രിയമായ കൂൺ അഥവാ മഷ്റൂം വ്യാപകമായി വിളയിച്ച് കയറ്റുമതി ചെയ്തത്, അങ്ങനെ പലതും ലിയു പറഞ്ഞിരുന്ന് നേരം പുലർച്ചെ 2 മണിയായതറിഞ്ഞില്ല. പാർട്ട്ണറായി നടത്തുന്ന ഈ ഹോട്ടൽ ബിസിനസ്സിന് പുറമെ അഗ്രികൾച്ചറിലും താൽപ്പര്യമുള്ള അയാൾക്ക് അധികമാരും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് കൂടി തിരിയണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് ഞാൻ ചെയ്യുന്നത് പോലെയുള്ള ഒന്ന്. ഇതേക്കുറിച്ച് അടുത്തറിയുന്നതിനായി ലിയു തായ്ലാന്റിൽ എന്നോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. എന്നെയും കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. യാത്ര കഴിവതും കാർ ഒഴിവാക്കി 2 വീലർ ആയാൽ നന്നായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തടസ്സമില്ലാത്ത കാഴ്ചയ്ക്കും സ്വതന്ത്രമായി എവിടേക്ക് നീങ്ങുന്നതിനും അതാണല്ലോ നല്ലത്. ലിയുവിന്റെ സ്കൂട്ടറിന് പിന്നിൽ കാറ്റടിയേറ്റിരുന്നപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് നിയോൺ എന്ന കൂട്ടുകാരിയോടൊപ്പം സ്കൂട്ടറിൽ കാടും മലയും നിറഞ്ഞ കംബോഡിയൻ അതിർത്തി കടന്നത് ഓർത്തുപോയി. അത്ര ദുർഘടമായിരുന്നില്ല ഈ യാത്രയെങ്കിലും അതേ ഓഫ് റോഡിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാതയിലേക്ക് കടന്ന് കിലോമീറ്ററുകളോളം ഓടേണ്ടി വന്നു. താഴെ അതിർത്തികളിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ലിയു പറഞ്ഞിരുന്നു. 70-80 കിലോമീറ്റർ പിന്നിട്ട് എത്തിച്ചേർന്നത് തായ്ലൻഡിന്റെയും ബർമയുടെയും കംബോഡിയയുടെയും അതിർത്തികൾ കൂടിച്ചേരുന്ന പ്രസിദ്ധമായ ട്രയാങ്കിൾ ബോർഡറിൽ. എന്തൊരു യാദർച്ഛികത! വിയറ്റ്നാമിയായ നിയോണിന്റെ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് അന്ന് എത്തിച്ചേർന്ന കംബോഡിയയുടെ മറുഭാഗത്തേക്ക് ഇതാ ഒരു തായ്ലാന്റുകാരന്റെ സ്കൂട്ടറിൽ വന്നു ചേർന്നിരിക്കുന്നു. ഭൂമിശാസ്ത്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളെപ്പോലെ അത്ഭുതമടക്കി ഞാൻ നിന്നു. ഈ ബിസിനസിന്റെ എല്ലാ അനിശ്ചിതങ്ങളെയും ക്ലേശങ്ങളെയും ആഹ്ലാദമാക്കുന്ന ചില മുഹൂർത്തങ്ങൾ കൈവരാറുണ്ട്. അതിലൊന്നായി മാറി ട്രയാങ്കിൾ ബോർഡറിലെ അപൂർവാനുഭവങ്ങൾ. രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയമായ അതിരുകൾ ഉണ്ടായി വരും മുമ്പ് മനുഷ്യകുലം ഇടകലർന്ന് കഴിഞ്ഞിരുന്നത് എങ്ങനെയെന്നതിന് ഒരു ക്ലാസിക് ദൃഷ്ടാന്തമാണ് അവിടെ കണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ബോർഡിന്റെ സ്പന്ദിക്കുന്ന ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബസാർ. അനേകായിരം ചതുരശ്രയടി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു വമ്പൻ മാർക്കറ്റ്. ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളിലെയും ജനങ്ങളെ കൊണ്ട് നിബിഡം. തായ്ലൻഡിന്റെയും ബർമയുടെയും കംബോഡിയയുടെയും അതിരുകളുടെ സംഗമഭൂമി എന്ന നിലയിൽ സ്വാഭാവികമായും
അവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. ഈ 3 രാജ്യങ്ങളുടെയും അതിവിപുലവും വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്നങ്ങൾ ആ ഏഷ്യൻ മാർക്കറ്റിൽ പരസ്പരം മത്സരിക്കുന്നു. സമീപ ഏഷ്യൻ രാജ്യങ്ങളിലെയും സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഏത് പുതിയ സ്ഥലത്തെത്തുമ്പോഴും ആദ്യം കാഴ്ചക്കാരനാകും, പിന്നെ പഠിതാവാകും, പിന്നെയേ ഉപഭോക്താവും ബിസിനസ്സുകാരനുമാകൂ. എന്റെ വ്യാപാരത്തിന്റെ പ്രത്യേകതയ്ക്കിണങ്ങുന്ന ഒന്നിന് മാത്രം സമയം ചെലവഴിക്കുന്നതിന് ഇതുപകരിക്കും. മാർക്കറ്റിനെ പഠിക്കാൻ കൂട്ടുവന്ന ലിയുവിന്റെ തായ് ഭാഷ സഹായകമായി. പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രമല്ല മാർക്കറ്റ് എന്ന പാഠം പോകെ പോകെ മനസ്സിലായി. അതായത് കാണാമറയെ തൊട്ടേറെ സമാന്തര ബിസിനസ്സുകൾ പതിയിരിക്കുന്നുണ്ട്. ഡയമണ്ടും ഗോൾഡ് ബാറും മുതൽ ലഹരി വസ്തുക്കൾ വരെ. രാജ്യങ്ങളുടേതെന്നല്ല, ഭൂഖണ്ഡങ്ങളുടെ വരെ അതിർത്തികൾ കടന്ന് അതെല്ലാം ഇവിടെ എത്തുന്നു. ഭൂമിശാസ്ത്രപരമായി ഇതൊരു ട്രയാങ്കിൾ ബോർഡർ ആണെങ്കിലും ബിസിനസ്സുപരമായി ഒരുപാട് ആംഗിളുകൾ ഇവിടെ കൂടിക്കലരുന്നു. ചുരുക്കത്തിൽ, രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന വ്യാപാര നിയമങ്ങളെയും നികുതി സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു സമാന്തര ബിസിനസിന്റെ ഈ ഇടനാഴിയിൽ നിത്യവും ബില്യണുകളാണ് മറിയുന്നതെന്ന് ലിയു പറഞ്ഞു. ഗോൾഡ് ബാർ വിൽക്കുന്നത് മീറ്റർ കണക്കിന്, ഡയമണ്ട് വിൽക്കുന്നത് അതിലേറെ. ഇതിന്റെ വിനിമയം നടക്കുന്നത് കൂടുതലും ചൈനീസ് വംശജരിലൂടെയും. അതിർത്തി പ്രദേശമായതിനാൽ 3 രാജ്യങ്ങളുടെയും മിലിറ്ററി ഫോഴ്സിന്റെ വിന്യാസം എവിടെയും കാണാം. അനധികൃത കുടിയേറ്റം തടയലും വ്യാപാരാർത്ഥം അതിർത്തി കടന്നെത്തുന്നവരുടെ മടങ്ങിപ്പോക്ക് ഉറപ്പുവരുത്തലും സമാധാന പാലനവുമാണ് അവരുടെ ദൗത്യം. ബിസിനസ് സംബന്ധമായ പരിശോധനയ്ക്ക് എക്സൈസിന്റെയും കസ്റ്റംസിന്റെയും വിഭാഗമുണ്ട്. ഈ 3 വിഭാഗത്തിന്റെയും സാന്നിധ്യമുള്ളതുകൊണ്ട് പ്രദേശത്തിനാകെ ഒരു ഔദ്യോഗിക അച്ചടക്കമുണ്ട്. ഈ പറഞ്ഞ കുറഞ്ഞൊരു ശതമാനം ആളുകൾ ചെയ്യുന്ന സമാന്തര ബിസിനസ് പോലും തികഞ്ഞ അച്ചടക്കത്തിന്റെ അകത്തളത്തിലാണ്. ചെറിയ കുടിലുകൾക്കുള്ളിൽ ഡയമണ്ട് രാകുന്ന സ്ത്രീകളിൽ പോലും ആ അച്ചടക്കം കണ്ടു. വീട്ടിൽ വെജിറ്റബിൾ അരിയുന്ന ലാഘവത്തോടെ അവർ നിശബ്ദമിരുന്ന് പല നിറങ്ങളിലെ ഡയമണ്ടിന് മേൽ പണിയെടുക്കുന്നു. സ്വർണരത്ന വ്യാപാരം എന്റെ വിഷയമല്ലാത്തതിനാൽ അതിനായി പതിഞ്ഞ കാൽവയ്പുകളോടെ സമീപിച്ചവരെ വഴിമാറി നടന്നു. അങ്ങനെ സമീപിച്ചവരിൽ ചൈനീസ് വേരുകളുള്ള പ്രായം 50കളിൽ എത്തി നിൽക്കുന്ന ഒരു തായ് സ്വദേശിനിയും ഉണ്ടായിരുന്നു. പേര് അനോച്ച. അവർ വർഷങ്ങളായി ഇവിടെ സ്വർണ വ്യാപാരത്തിലാണ്. എന്റെ രംഗം അതല്ലെന്ന് പറഞ്ഞിട്ടും അവർ ഒഴിയുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയണം. സ്നേഹപൂർണമാണ് ചോദ്യങ്ങളൊക്കെയും. ട്രയാങ്കിൾ ബോർഡറിലെ ഏതൊരു ബിസിനസ്സും തനിക്കറിയാമെന്നും സഹായിക്കാൻ സന്നദ്ധയാണെന്നും അവർ വാചാലയായി. ബിസിനസ് എന്തെന്ന് വിവരിച്ചപ്പോൾ ഇതുമായി കുറച്ച് ബന്ധമുള്ള ഒന്നാണ് തന്റെ മകൻ വിംകോശി ചെയ്യുന്നതെന്നും താങ്കൾ തീർച്ചയായും അവനെ ഒന്ന് കാണണമെന്നും അവർ പറഞ്ഞു. ഒട്ടും താമസിയാതെ അമ്മ മകനെ മുമ്പിലെത്തിച്ചു. കുറുകിയ ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നൻ, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം. അതുകൊണ്ട് ലിയോയുടെ സഹായമില്ലാതെ എനിക്ക് വിംകോശിയുമായി ഇടപെടാനായി. ക്രാഫ്റ്റ് രംഗത്തുള്ള അവന്റെ താല്പര്യം ഞങ്ങളെ പെട്ടെന്ന് അടുപ്പിച്ചു. ഒരു മ്യൂസിക്കൽ ഫ്രോഗ്, സംഗീതം പൊഴിക്കുന്ന മരത്തവള, ആ ചെറുപ്പക്കാരൻ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തവളയുടെ മേലുള്ള കുമിളകളിൽ ഒരു സ്റ്റിക്ക് ഓടിച്ചാൽ ശ്രുതിമധുരമായ സംഗീതം പൊഴിയും. എന്നാൽ ഈ ക്രാഫ്റ്റ് ഉദ്ദേശിച്ച പോലെ വിറ്റഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അവർക്കറിയണം. ഞാൻ പറഞ്ഞു, ഇത് മ്യൂസിക്കിൽ താല്പര്യമുള്ള കുട്ടികളെ മാത്രമേ ആകർഷിക്കൂ. എല്ലാ കുട്ടികൾക്കും ഇത് വേണ്ട. അതുതന്നെയാണ് പ്രശ്നം. എല്ലാവർക്കും വേണ്ടത് നമുക്കുണ്ടാക്കാനാവില്ല. പക്ഷേ പ്രായഭേദമന്യേ ആളുകൾ ഇഷ്ടപ്പെടുന്നതിനെപ്പറ്റി ചിന്തിക്കാം, അത് നിർമ്മിക്കാം. പറഞ്ഞതൊരു പ്രായോഗികമായ കാര്യമെന്നേ ഉള്ളൂ. എന്നാൽ അവരതിനെ ഗഹനമായി കണ്ടു. ഞാൻ തായ്ലാന്റിൽ നിന്നും മടങ്ങുവോളം കൂടെ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചോട്ടെ എന്നായി വിംകോശി. ഇതാർക്കും ആരെയും ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനാവാത്ത ബിസിനസ്സാണെന്നും ചരിത്രവും പ്രകൃതിയും കലയുമാണ് ഈ ബിസിനസിന്റെ കാതലെന്നും ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ ഭാവിയെന്നും അനുഭവങ്ങളെ വെച്ച് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴും അനോച്ച പറഞ്ഞത്, അവനൊന്ന് കൂടെ നിന്നോട്ടെ എന്നാണ്. മകന് വേണ്ടി നിൽക്കുന്ന ഒരമ്മയെ നമുക്കങ്ങനെ തള്ളാനാവില്ലല്ലോ. പുഞ്ചിരിയോടെ വിംകോശിയുടെ കൈ പിടിച്ച് നടന്നു. ഞങ്ങൾ പോയത് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലേക്കാണ്. എന്റെ താല്പര്യം മനസ്സിലാക്കിയ അനോച്ചയും വിംകോശിയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പലതും കണ്ടു നടന്ന കൂട്ടത്തിൽ പനയോല വിശറികളുടെ ഒരു നിര ശ്രദ്ധയാകർഷിച്ചു. ദുബായിലെ ടൂറിസം വിപണിയുമായി വേഗത്തിൽ ഇണങ്ങിച്ചേരുന്ന ഒന്നാണതെന്ന് തോന്നി. 2 ചെറിയ മുളങ്കമ്പിനിടയിൽ ചുരുക്കി വെക്കാവുന്ന രീതിയിൽ നന്നായി ഡിസൈൻ ചെയ്തെടുത്തവ.
അർദ്ധവൃത്താകൃതിയിൽ കമ്പുകൾ വിടർത്തിയാൽ ഒന്നിനുമേൽ ഒന്നായി അടുങ്ങിയ ഓലകൾ വിടർന്നു വന്ന് അത് വിശറിയാകും. തായ്ലാന്റിന്റെ ചില ലാൻഡ്മാർക്കുകൾ വിശറിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ദുബായിയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അതിന്റെ തായ്ലാന്റ് ദൗത്യത്തിന് തുടക്കമാകുമെന്ന് ഞാൻ വിംകോശിയോടും ലീവിനോടും പറഞ്ഞു. അനന്തരം വിശറി വിൽപ്പനക്കാരനിൽ നിന്ന് അതിന്റെ നിർമ്മാണ കേന്ദ്രം എവിടെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ യാത്രയായി. 13 കിലോമീറ്റർ ദൂരമേ അവിടേക്കുണ്ടായിരുന്നുള്ളൂ. ഉൽപാദകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പരിഭാഷകനായി വിംകോശി സ്വയം അവതരിച്ചു. അന്നത്തെ ദുബായിയുടെ ഏറ്റവും വലിയ ആകർഷങ്ങളിൽ ചിലതായ ബുർജുൽ അറബ്, മ്യൂസിയം, ക്രീക്ക്, ക്ലോക്ക് ടവർ, ഫിഷ് റൗണ്ട് എബൌട്ട് തുടങ്ങിയവയുടെ ചിത്രങ്ങൾ അവരെ കാണിച്ചു. അതെല്ലാം എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നത് എത്ര നന്നായി! ഇന്നത്തെ പോലെ മൊബൈലിൽ നിന്ന് ചിത്രങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് പകരുകയും ഫോട്ടോഷോപ്പ് വിദ്യയിലൂടെ അതിനെ നമ്മുടെ ആവശ്യത്തിനൊത്ത് മാറ്റിയെടുക്കുകയും ചെയ്യുന്ന രീതി അന്ന് വികസിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് പടങ്ങളെല്ലാം ചിത്രകാരന്മാരെ വെച്ച് പുനരാവിഷ്കരിക്കേണ്ടി വന്നു. ആദ്യ കൺസൈൻമെന്റായി തന്നെ പല സൈസിലുള്ള 5000 വിശറികൾക്കുള്ള ഓർഡറാണ് നൽകിയത്. അത്തരമൊരു വലിയ ഓർഡർ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിരുന്നു. നിലവിലുള്ള ജോലിക്കാരെ വെച്ച് നിശ്ചിത ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കുക പ്രയാസകരമാണെന്ന് കണ്ട് മറ്റു വർക്ക്ഷോപ്പുകളിലേക്കും അവർക്ക് ഓർഡർ ഭാഗിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്നെപ്പോലൊരാൾ ആഗതനായിട്ടുണ്ടെന്ന വിവരം പടർന്നു പിടിക്കാൻ അത് കാരണമായി. കരകൗശല നിർമ്മാണവുമായി ബന്ധപ്പെട്ട വൻകിടക്കാർ മുതൽ ചെറുകിടക്കാർ വരെ നേരിട്ട് സമീപിക്കാൻ തുടങ്ങി. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ പരിധിയിൽ വരുന്ന ചാരുതയേറിയ പല ഉൽപ്പന്നങ്ങളും അവരുടെ വർക്ക്ഷോപ്പുകളിൽ കണ്ടു. പണിശാലകളുടെ പ്രധാന റോ മെറ്റീരിയലുകളായ പ്രകൃതി വിഭവങ്ങൾ നൽകുന്നത് അതിനായുള്ള സർക്കാർ വിഭാഗമാണ്. എക്സ്പോർട്ടിങ്ങിനായി വലിയ ഓർഡറുകളാണ് ലഭിക്കുന്നതെങ്കിൽ നിർബന്ധമായും സർക്കാർ അത് അറിയണം എന്നൊരു ഉദ്ദേശം കൂടി അതിന് പിന്നിലുണ്ട്. ആരാണോ എക്സ്പോർട്ടർ അവർ ഹാൻഡിക്രാഫ്റ്റ് മിനിസ്ട്രി വിഭാഗത്തിൽ നേരിട്ട് ഹാജരാകുകയും വേണം. സത്യത്തിൽ ഈ നിയമവശങ്ങൾ ഗുണകരമായി ഭവിക്കുകയായിരുന്നു. മിനിസ്ട്രിയുമായി ബന്ധപ്പെടാൻ അതൊരു അവസരമായി. അത് മറ്റൊരു വഴിത്തിരിവായി. തായ്ലാന്റ് രാജാവിന്റെ ജന്മദിനാഘോഷ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെടുന്നതിലേക്ക് പോലും കൊണ്ടെത്തിച്ച ഒരു വഴിത്തിരിവ്. മന്ത്രിമന്ദിരത്തിൽ ഹാജരായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനായി പ്രത്യേകം ക്രമീകരിച്ചിരുന്ന ഒരു വകുപ്പിന്റെ അധ്യക്ഷന് മുമ്പാകെയാണ്. അത് കാര്യങ്ങളെ എളുപ്പമാക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ കയ്യിൽ കരുതാറുള്ള പ്രിന്റ് ചെയ്ത ബിസിനസ് പ്രൊഫൈൽ ഇവിടെയും കരുതിയിരുന്നു. അത് നോക്കിയ ശേഷം അഭിനന്ദന സൂചകമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: താങ്കളെ ഞാനൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതില്ല. താങ്കളിൽ നിന്നേ എനിക്ക് പഠിക്കാനുള്ളൂ. ഞാൻ ആ കോംപ്ലിമെന്റിന് അവിടുത്തെ ആചാരപൂർവം തലകുനിച്ച് നന്ദി പറഞ്ഞു. തായ്ലാന്റിൽ താങ്കൾ എന്തു പദ്ധതിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടതൊക്കെ സർക്കാർ ചെയ്തു തരും. ഈ രംഗത്ത് സർക്കാരിന്റെ തൊഴിൽ പരിശീലനം നേടിയ യുവതി യുവാക്കളെ താങ്കൾ പ്രയോജനപ്പെടുത്തുമെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അത് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ നൽകിയ ഹസ്തദാനം വരാൻ പോകുന്ന ഊഷ്മളബന്ധത്തിന്റെ നാന്ദിയായി. വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായിരുന്നു അത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് രംഗത്ത് താൽപ്പര്യമുള്ള യുവതി യുവാക്കൾക്ക് സർക്കാർ സൗജന്യമായി പരിശീലനം നൽകി വരുന്നു. അതിൽ ബധിരരും മൂകരുമുണ്ട് എന്നത് സർക്കാരിന്റെ പ്രതിബദ്ധതയെ ഉയർത്തിക്കാട്ടുന്നു. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഒരു മത്സ്യസംസ്കരണശാല സന്ദർശിക്കുമ്പോൾ നീക്കം ചെയ്ത മീൻമുള്ളുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കമ്പനി അതുവരെ പുറന്തള്ളുകയായിരുന്ന മീൻമുള്ളിനെ അസംസ്കൃത വസ്തുവാക്കി മാറ്റാവുന്ന ഒരാശയം ഉള്ളിൽ മിന്നി. മീൻമുള്ളുകൾ പൊടിച്ച് അത് പശിമയുള്ള മണ്ണുമായി കൂട്ടിക്കലർത്തി ശില്പങ്ങൾ ഉണ്ടാക്കുക. പരീക്ഷണം ആദ്യഘട്ടം തന്നെ വിജയമായി. തായ് ബോക്സിംഗ്, സുമോ ഗുസ്തി, ഇന്ത്യൻ യോഗ, ഗൗതമബുദ്ധൻ എന്നിവയുടെ ചെറിയ ശില്പങ്ങൾ അതിൽ ഉണ്ടാക്കിയെടുത്തു. സ്ത്രീകളുടെ ഗർഭധാരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പോലും അതിൽ നിർമ്മിച്ചെടുത്തു. ശില്പത്തിന്റെ കളറിംഗ് ഉൾപ്പെടെ എല്ലാ ജോലികളും സർക്കാർ പരിശീലനം നേടിയ യുവതി യുവാക്കൾക്കാണ് നൽകിയത്. അക്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ബധിരരും മൂകരും ഉൾപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മണ്ണുണങ്ങിയപ്പോൾ ശില്പങ്ങൾക്കൊരു ലോഹത്തിന്റെ ദൃഢത. ബലവത്തായ മീൻമുള്ളിന്റെ പൊടി ചേർന്നതാണ് അതിന് കാരണമായത്. പുറന്തള്ളിയ ഒന്നിൽ നിന്ന് മനോഹരമായ ക്രാഫ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്നതും അതൊരുപറ്റം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തതും സർക്കാരിൽ വലിയ മതിപ്പുളവാക്കി. അവരുടെ കൂടെ സഹായത്തോടെ തായ്ലാന്റിൽ 68 യൂണിറ്റുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. ഗ്ലാസ് മുതൽ ലാമ്പ് വരെ ഈ യൂണിറ്റുകളിൽ നിർമ്മിച്ചു വരുന്നു. എല്ലാ യൂണിറ്റുകളിലുമായി 680 പേർ ജോലി ചെയ്യുന്നു. കൂടാതെ 200 പേർ പുറം ജോലിക്കാരായി ഔട്ട്സോഴ്സിംഗ് കരാർ ചെയ്യപ്പെട്ടിരിക്കുന്നു.
വർഷങ്ങളെടുത്താണ് ഇത്രയും യൂണിറ്റുകൾ കെട്ടിപ്പടുത്തത്. അതിന് തായ്ലാന്റിലേക്ക് അനേകം യാത്രകൾ വേണ്ടി വന്നു. തായ്ലാന്റുമായുള്ള ബിസിനസ് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും സഹായവും ദുബായിലെ തായ് എംബസിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. എല്ലാ ഔപചാരികതയ്ക്കും അപ്പുറം തായ് അംബാസിഡർ ഒരു അഭ്യുദയകാംക്ഷിയായി തന്നെ മാറി. തായ് രാജാവിന്റെ ജന്മദിനം ദുബായിലെ തായ് എംബസിയിൽ ആഘോഷിക്കുന്ന സമയത്ത് ക്ഷണിക്കപ്പെട്ട ഉന്നത ശീർഷരുടെ കൂട്ടത്തിൽ ഒരാളാകാനുള്ള ഭാഗ്യം എനിക്കും കൈവന്നു. അംബാസഡറാണ് സ്വന്തം ഒപ്പോടുകൂടിയ ക്ഷണപത്രം എനിക്ക് അയച്ചത്. ആഘോഷ പരിപാടികൾക്ക് ശേഷമുള്ള വിരുന്ന് സൽക്കാരത്തിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അംബാസഡർ ഇങ്ങനെ പറഞ്ഞു: ഇത് മിസ്റ്റർ മുഹമ്മദ് ഫാക്കി, ഏറ്റവും വ്യത്യസ്തനായ ഒരു ബിസിനസ്മാൻ. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പാഴ്വസ്തുക്കളെന്ന് കണ്ട് പുറന്തള്ളുന്ന പലതിൽ നിന്നും പുതിയത് പലതും സൃഷ്ടിച്ചെടുക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ജോലി എന്നല്ല പറയേണ്ടത്, സർവീസ്, മിഷൻ. പരിസ്ഥിതിക്ക് ദോഷം വരുത്തി കുന്നുകൂടി കിടക്കുന്നതിനെ മെറ്റീരിയലാക്കി കലാരൂപങ്ങൾ വാർത്തെടുക്കുന്നു. മനുഷ്യന്റെ വിനോദത്തിനും പലവിധ അലങ്കാരങ്ങൾക്കും അത് ഉപയോഗിക്കാനാകും വിധം അതിൽ ഭാവനയും അധ്വാനവും നിറയ്ക്കുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ പോയി യൂണിറ്റ് സ്ഥാപിച്ച് അവിടെയുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നു. തായ്ലാന്റിൽ ഫാക്കി അനവധി യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തായ്ലൻഡിൽ ഇദ്ദേഹം ചെയ്തു. ഭിന്നശേഷിയുള്ള പൗരന്മാരെയും തൊഴിലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉത്സാഹം കാട്ടി. അത് താൽപ്പര്യത്തോടെ കേട്ട് ചുറ്റും നിന്നവർ എനിക്ക് പ്രസരിപ്പോടെ കൈതന്നപ്പോൾ ലജ്ജ കൊണ്ട് മുഖം ചുരുങ്ങി. കൂടുതൽ പേരും രാജ്യതന്ത്രജ്ഞതയുടെ രംഗത്തു നിന്നുള്ളവരാണ്. ഇത്രമാത്രം ശ്രദ്ധയും അഭിനന്ദനവും കിട്ടത്തക്കതായ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നവർക്ക് മുമ്പാകെ വിനയം കാട്ടിയാൽ അത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രകടനമാവുകയും ചെയ്യും. ഞാൻ നിശബ്ദം അവരുടെ ഊഷ്മളമായ ഹസ്തദാനത്തിന് മുഖം നിറയുന്നൊരു ചിരിയാൽ നന്ദി പ്രകാശിപ്പിച്ചു. തായ് എംബസി നടത്തിയ ആ ആഘോഷ പരിപാടിയിൽ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും അംബാസഡർമാർ പങ്കുകൊള്ളാൻ എത്തിയിരുന്നു. സൽക്കാരത്തിന്റെ തിരക്കൊഴിഞ്ഞൊരു നേരത്ത് തായ് അംബാസഡർ എന്നെ US അംബാസഡറിന് പരിചയപ്പെടുത്തി. എന്റെ ബിസിനസ് രീതികളെപ്പറ്റി ധരിപ്പിച്ചു. US അംബാസഡർ എന്നോട് ബിസിനസ് കാർഡ് ചോദിച്ചു വാങ്ങിയപ്പോൾ അതിനെ ഒരു ഉപചാരമെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ എംബസിയിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ സന്ദേശം: താങ്കളുടെ ബിസിനസ്സിന് അമേരിക്കയിൽ സാധ്യത കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് എംബസിയുടെ സഹായമുണ്ടാകും. താങ്കളുടെ സമയം പോലെ പാസ്പോർട്ടുമായി US എംബസിയിലേക്ക് വരാം. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും സന്നദ്ധത അറിയിച്ചുകൊണ്ടും മറുപടി അയച്ചു. ഏതെല്ലാം ഡോക്യുമെന്റുകളുമായി എപ്പോൾ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് ഉടൻ അവർ പ്രതികരിച്ചു. ബർദുബായിലെ US കോൺസുലേറ്റ് ട്രേഡിംഗ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. പിന്നീട് സംഭവിച്ചത് ഒറ്റ വരിയിൽ എഴുതാം: എന്റെ പാസ്പോർട്ടിൽ 10 വർഷത്തേക്കുള്ള US വിസ മുദ്രണം ചെയ്തു. ഏതൊരു സംരംഭകനെ സംബന്ധിച്ചും ഇത് ആവേശകരമായ ഒരു കാര്യമാണ്. ഒരുപാട് കടമ്പകൾ കടന്നാലാണ് US വിസ ലഭിക്കുക. നനച്ചിരിക്കാതെ ഇതാ എനിക്കത് ലഭിച്ചിരിക്കുന്നു. ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ് ഏറ്റവും ഔദ്യോഗികമായ, ഏറ്റവും വിലയേറിയ ഒരു തലത്തിൽ അംഗീകരിക്കപ്പെട്ട നിമിഷങ്ങളായി അതെനിക്ക് തോന്നി. മറ്റേതൊരു ബിസിനസ്സിനേക്കാളും ഇതിലടങ്ങിയിരിക്കുന്ന മാനവിക, സാമൂഹിക തലങ്ങളാണ് ഈ ഔദ്യോഗിക അംഗീകാരങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്ന യാഥാർത്ഥ്യം ഈ രംഗത്ത് ഇനിയും കൂടുതൽ ചെയ്യാൻ ഊർജം പകർന്നു തരികയായി.